അടുത്തതിന് സീരീസ് ആൻഡ് പാരലൽ എന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം സീരീസ് നോക്കാം. അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല കോമ്പണൻസ് ഒന്നിന് ആക്ച്വലി ഈ റിലയബിലിറ്റി പെർസ്പെക്റ്റീവിൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കോമ്പണൻസും ആവശ്യമുണ്ട്. ഒരു കോമ്പണൻസിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സബ്സിക്വൻ്റ്ലി അടുത്ത കോമ്പണൻറ്റിലോട്ടോ അത് കഴിഞ്ഞ് അടുത്ത കോമ്പണൻറ്റിലോട്ടോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചു പോയാൽ സാധനം തീരും. അതാണ് സീരീസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പറയുന്ന പോലത്തെ സീരീസ് അല്ല, എല്ലാം നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ഇവിടുത്തെ അർത്ഥം. അപ്പോൾ നമുക്ക് എന്താണ് പറയേണ്ട, നമുക്ക് ആദ്യത്തെ R1 എന്ന് വെച്ചാൽ ഒരു ന്യൂമാറ്റിക് സിസ്റ്റം എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ആദ്യം ഫിൽറ്ററിൽ പോകുന്നു, അത് കഴിഞ്ഞ് കംപ്രസറിൽ പോകുന്നു, അത് കഴിഞ്ഞ് കൂളറിൽ പോകുന്നു. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചു പോയ സാധനം വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും ഓരോ റിലയബിലിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റിലയബിലിറ്റി 0.9 ആണെന്ന് വെച്ചോ, ഇവിടെ 0.6 ആണെന്ന് വെച്ചോ, ഇവിടെ 0.7 ആണെന്ന് വെച്ചോ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.9, ഇത് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.6, ഇത് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.7. ഇതെല്ലാം വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണെങ്കിൽ ഇതെല്ലാത്തിൻ്റെയും എന്തായിരിക്കും, ഇൻ്റർസെക്ഷൻ ആയിരിക്കും അല്ലേ. എല്ലാം വർക്ക് ചെയ്യണമല്ലോ. നമുക്കറിയാം, നമ്മൾ സെറ്റ്സ് പഠിച്ചപ്പോൾ എന്താ 0 അല്ല ഒരു ഇങ്ങനെയല്ലേ പഠിച്ചത്. ഇവിടെ സെറ്റ് എ സെറ്റ് ബി ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ, ഇതല്ലേ എല്ലാം വർക്ക് ചെയ്യാനുള്ളത്. അതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി ഓഫ് സിസ്റ്റം എന്നാണ് 0.9 ഇൻറ്റു 0.6 ഇൻറ്റു 0.7 ആയിരിക്കും. ഓക്കെ, അത് കിട്ടിയല്ലോ, അത് കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു എന്താണ് ഒരു ഫെയിലിയർ റേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ λ1, ഇതിൻ്റെ ഫെയിലിയർ റേറ്റാണ് λ2, ഇതിൻ്റെ ഫെയിലിയർ റേറ്റാണ് λ3. ഓക്കെ, അങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ λ is equal to λ1 പ്ലസ് λ2 പ്ലസ് λ3 ആയിരിക്കും. ഇത് സീരീസിലായതുകൊണ്ട് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എന്താണ് അത് ഞാൻ പറഞ്ഞുതരും മുമ്പ് ഞാൻ വേറെ സാധനം പറഞ്ഞുതരാം. നമ്മുടെ MTTF ഇല്ലേ, MTTFന് ഒരു ബേസിക് ആയിട്ടുള്ള ഫോർമുലയുണ്ട്. എന്ന് പറഞ്ഞാൽ MTTF ഈക്വൽ ടു റിലയബിലിറ്റി ഓഫ് സിസ്റ്റം. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇൻ്റഗ്രൽ 0 to ∞ R of t dt. ഇതാണ് MTTFൻ്റെ ഫോർമുല വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം MTTF ഈക്വൽ ടു 1/λ ആണെന്ന് പറയാം. അപ്പോൾ ഇതൊരു ഡെറിവേഷൻ പോലത്തെ സാധനമാണ്, ചോദിച്ചുകൂടാ എന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഈ റിസൾട്ട് എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം സിസ്റ്റം എടുക്കാം. മൊത്തം സിസ്റ്റത്തിൻ്റെ MTTF ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മൊത്തം സിസ്റ്റത്തിൻ്റെ MTTF ഈക്വൽ ടു എന്താണ്, ഇതാണ് നമ്മൾ ഇങ്ങോട്ട് ഇടാൻ പോകുന്നത്. റിലയബിലിറ്റി ഓഫ് സിസ്റ്റം 0 to ∞ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. റിലയബിലിറ്റി ഓഫ് സിസ്റ്റം എന്താ, R1 R2 R3 അല്ലേ. R1 R2 R3 R1 R2 R3 എന്ന് പറഞ്ഞാൽ R1 എന്താ e⁻ λt, അതാണ് R1 λ1t യൂസ്ഫുൾ ലൈഫ് ആയതുകൊണ്ട്. അതുപോലെ R2 എന്ന് പറഞ്ഞാൽ e⁻ λ2t. R3 എന്ന് പറഞ്ഞാൽ e⁻ λ3t അല്ലേ. അപ്പോൾ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ R1 R2 R3 അല്ലേ വരുന്നത്. RS ഈക്വൽ ടു R1 R2 R3 ഉണ്ട്. ഇവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ e⁻ λ1t ഇൻറ്റു e⁻ λ2t, ഇവിടെ e⁻ λ3t ഇങ്ങനെ കിട്ടി. ഇത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 0 to ∞ എങ്ങനെ വരും, e⁻ λ1 പ്ലസ് λ2 പ്ലസ് λ3 t dt എന്ന് വരും ആണല്ലോ. എന്നിട്ട് ഇത് ഞാൻ ഒന്നുകൂടെ എന്താണ് ഇത് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതങ്ങനെ വരും e⁻ λ1 പ്ലസ് λ2 പ്ലസ് λ3 ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമ്മളിവിടെ ഈ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കേട്ടോന്ന് പറഞ്ഞാൽ, ഈ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 1/λ1 പ്ലസ് λ2 പ്ലസ് λ3 ഇങ്ങനെ കിട്ടും. നമുക്കിവിടെ എന്തറിയാം, MTTF സിസ്റ്റം എന്താണെന്നറിയാം, 1/λ ആണെന്നറിയാം. MTTF 1/λ ആണ് അല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്തറിയാം, ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ λ ഈക്വൽ ടു λ1 പ്ലസ് λ2 പ്ലസ് λ3 ആണെന്നറിയാം. അങ്ങനെയാണ് നമ്മൾ ഈ റിസൾട്ടിലോട്ട് എത്തുന്നത്. ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻ വരുന്നത്.